ഗൈസ് ഞങ്ങളങ്ങനെ ഇപ്പോൾ സമതിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് വീട്ടിൽ വന്നേക്കാണ്. അവിടെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് റെഡി ആയിട്ട്. അപ്പോൾ പട്ടയുണ്ട്, അളിയനുണ്ട്, കണ്ണട മാറ്റാറായി, അളിയൻ്റെ കരയണ കൊച്ചുണ്ട്, തന്ത വൈബ് നിൽക്കുന്നുണ്ട് ഇവിടെ. അമ്മയത് റാഡോടെ വച്ചാണ്. അപ്പൊ ഇത് ഉപയോഗിക്കാണ്ടിരുന്ന സമയം വർക്ക് ചെയ്യൂല, അതുകൊണ്ട് എടുത്തു വെച്ചേക്കെ. ഇപ്പൊ ഞാൻ ഉപയോഗിക്കണ എന്തെങ്കിലും പുറത്തേക്കോ നീ പുറത്തേക്കോ. ഗൈസ് സമതും അഹദും ഇവിടെ നിൽക്കുന്നു. അഹദിന്റെ കല്യാണം കഴിഞ്ഞപ്പോ കൊച്ചായി. അന്ന് ഇവ ഇന്നിപ്പോ ഇവന്റെ കല്യാണം. അന്ന് നല്ല വിഷമമായിരുന്നു. അന്ന് ഒരു ചിരി പോലും ചിരിച്ചിട്ടില്ല അഹദിന്റെ കല്യാണത്തിന്. ഇന്നാണ് ആ ചിരി ചിരിക്കുന്നത്. ഇന്നപ്പോ അതിന്റെ ഗ്ലോവും അതിലൂടെ ഒരു നല്ല വംശപരമ്പര ഉണ്ടാകാനും ദീനിനും നാടിനും സമൂഹത്തിനും ഗുണകരമാക്കുന്ന മക്കളെ സംഭാവന ചെയ്യാനും നൽകുമാറാവട്ടെ. ഒന്നുകൂടെ ലുക്ക് വന്നിട്ട് കയറി ഇവിടെ നോക്കിയിട്ട് ഇനി ചക്കരയൊക്കെ സുട്ടു ടീമാണ്. ഞങ്ങളങ്ങനെ ഇവിടെ എത്തി, ഹാളിലെത്തി. എൽഡ്രീം കൺവെൻഷൻ സെന്റർ. ചെക്കൻ അവിടെ ഇരിപ്പുണ്ട് ഉള്ളിൽ. പോസിങ്ങിലാണ് ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഹസീബേ എല്ലാം റെഡിയാണ്, എല്ലാം എൻ്റെ അണ്ടർ കൺട്രോളിലാണ്. അപ്പോൾ ഗൈസ് ഇതാണ് മറിയം. ഞങ്ങളുടെ കോളേജിൽ പഠിച്ചാണ്. ഞങ്ങളുടെ ഇവിടെ വലിയൊരു ഒന്നാണ്. ഇവരും എത്തി, പുറകെ എത്തി. നബീലും അനസും നാസിലും എത്തിയിട്ടുണ്ട് പുറകെ. ഗൈസ് ഗിഫ്റ്റ് ഹാമ്പറൊക്കെ എടുക്കുകയാണ്. ഗിഫ്റ്റ് ഹാമ്പറൊക്കെ എടുത്തിട്ട് ഇനി ഭാഗത്തേക്ക് പോകണം. ചെരുപ്പാ ഇടാൻ? അതാ പെണ്ണിനിടാൻ. എനിക്ക് വേണോ? ആ പട്ട് വയ്ക്കണ ചെരുപ്പൊക്കെ എന്തിനാന്ന്? ചെരുപ്പൊക്കെ എന്തിനാന്ന്? അതെനിക്ക് മനസ്സിലായില്ല. പക്ഷെ പെണ്ണിനിടാൻ വേണ്ടിയിട്ടുള്ള ചെരുപ്പ് അത് അല്ലേ? And how do you feel? Feeling excited, feeling happy, and feeling romantic. കൊടു കൈ ഉറക്കണ്ട. പേടിച്ചിട്ട് ചെക്കൻ്റെ കയറിക്കഴിഞ്ഞ് നിക്കാതിൻ്റെ പരിപാടികളാണ് അല്ലേ? അല്ലേ? പുള്ളി നിക്കായ കഴിഞ്ഞപ്പോഴേ തിരിഞ്ഞിട്ടുണ്ടല്ലോ. നിക്കായ കൊടുത്തതിനാ മൈക്കില്ല. ഗൈസ് നമ്മള് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടുള്ള പുറപ്പാടിലാണ്. എനിക്ക് മൈക്ക് വേണ്ട. അമൽ എന്താ ഗായ്സ് ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഫുഡ് കഴിക്കണതിൻ്റെ ബാക്കിൽ പുഴ ആണ്, പെരിയാർ. നല്ല സീനറിയും കണ്ട് ഫുഡ് കഴിക്കാം അല്ലേ? സീനറി കണ്ട് ഫുഡ് കഴിക്കാൻ സ്ഥലമില്ല, ഇരിക്കാൻ സ്ഥലമില്ല. ഗായ്സ്
ഞങ്ങളിത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കാണ്. കട്ട് ചെയ്യണ ഞാനാണ്. ഇല്ല, എനിക്ക് ആദ്യം കേക്ക് വേണം. അഹദ് അങ്ങനെ യുദ്ധത്തിലേക്ക് കിടക്കാണ്. കൂടെ അഹദിന്റെ വൈഫുണ്ട് മാളു, പിന്നെ അപ്പുറത്തെ മറിയം ഇരിക്കുന്നുണ്ട്. പിടിച്ചിരിക്കടാ, മറിയരുത്. ഇവിടെ അവിടെ മമ്മുവിൻ്റെ അനിയത്തി ഇരിപ്പുണ്ട്, അമ്മ ഇരിപ്പുണ്ട്. ഹസീബ് എന്തോ കാര്യമായിട്ട് നോക്കാണ്, പക്ഷെ ഒരു കാര്യമില്ല. അപ്പുറത്ത് വസീമുണ്ട്. വെയിറ്റർ ഫുഡ് എടുത്തിട്ടോ. ഓ ഗായ്സ്, ഞങ്ങളപ്പോ അതിന്റെ കല്യാണത്തിന് സമ്മതിന്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി, ഇവൻ മാറ്റിയിട്ടില്ല. വീട് കൂടെ ഇതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. അതെ, ഞങ്ങളപ്പോ ഞങ്ങളുടെ ക്ലാസ് പഠിച്ച അതിന് കല്യാണത്തിന് റിസപ്ഷനാണ് വന്നേക്കണത്. അതെ, എല്ലാവരും ഉണ്ട് ഇവിടെ. രണ്ടുപേരും ട്വിന്നിങ് ആണ്. ഒരാൾ ഇവിടെയും. ട്വിന്നിങ് കാണിച്ചേ. രണ്ടുപേരും ട്വിന്നിങ്. മുമ്പിൽ അസീബ് നടക്കുന്നുണ്ട്, വസീമും മുമ്പിൽ നടക്കുന്നുണ്ട്. ഇതാണ് മാനസി സുഹൈൽ, നമ്മുടെ മുടിക്കലുള്ള മാനസി സുഹൈൽ. ഇതാണ് കുറച്ച് നേരം ഫ്രണ്ടിൽ പോയിട്ട് നമുക്ക് അവരെയൊക്കെ അവിടെ എത്തിയിട്ട് പരിചയപ്പെടാം. നാസിലും അനസും ഇല്യാസൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇസ്മായിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ ക്ലാസ് പഠിച്ച ആര്യാണ്. അതാരത്? ഇത് സാക്കിയ അതേ, വേറെ ആള് നിൽക്കണേ. ഇതാണ് നമ്മുടെ ഹുസൈൻ, ബിസിനസ് മാഗ്നറ്റാണ് ഇപ്പം. ഒരാളും കൂടി ഉണ്ടായല്ലോ. അതേനാ. ഇതാണ് ആൻസി. എല്ലാവരും കല്യാണം കഴിഞ്ഞു. അപ്പൊ ഉണ്ട് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഞങ്ങളെ പുള്ളി കയറി അകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ക്ലാസ് പഠിച്ച 2-3 പേര് വരാണ്ട് കുറച്ച് പേര് അകത്തേക്ക് പോയിട്ട് അവരെ കാണിച്ചോ? ഇല്ല, അങ്ങോട്ട് പോകണം. കഴിച്ചിട്ട് പോകണോ അതോ പോയിട്ട് ഫുഡ് കഴിക്കണോന്നുള്ള തീരുമാനം എങ്ങനെയുള്ള ചെയ്യാം. അതൊരു ഫോട്ടോ എടുത്തിട്ട് ഫുഡ് കഴിക്കാം. അതെ, അത് നല്ലൊരു തീരുമാനമാണ്. ട്രെയിൻ ചെയ്ത് വന്നേക്കണിയാ ഫുഡ് കഴിക്കും. ഇങ്ങനെ യൂട്യൂബ് ചാനലിലേക്കാണ് പോണേ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. അകത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ചുകൂടി. ഓ ഗൈസ്, ഞങ്ങളുടെ കളഞ്ഞുപോയ അബ്ദുലിനെ തിരിച്ചു കിട്ടി ഗൈസ്. ആഫ്റ്റർ 5 years. എല്ലാരും പുറത്തുണ്ട്. അഹദിനൊപ്പം അടുത്ത തന്ത വൈബ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഊർച്ചി, അയ്യോ നിന്റെ മീശ എന്താ ചീപ്പ് അടിച്ചടിച്ചു വലിരിക്കണേ? അതെ, എന്തായി? ഞാനിപ്പോ നാട്ടിൽ ഞാനിവരൊക്കെ അതെ ഊച്ചാശി. അങ്ങനെ അവസാനം എം കെ എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ ഇടും. കൺഗ്രാറ്റുലേഷൻ. വിജയിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് നല്ലതും പിന്നെ സർവീസ് നന്നായിട്ട് പോകണം. എനിക്ക് ഇഷ്ടംപോലെ വർക്ക് അതല്ല ഈ നല്ല അത് കഴിക്കാം. 4-ാം തീയതിയാണ്. ഇന്നാണ് റിസപ്ഷൻ. ഇന്നലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഹസീബിനെയും റിസ്വാനെയും പിക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കാം. ഹസീബും വെള്ള ഷൂസൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. പട്ട ഇവിടെ ഉണ്ട്. ഓ ഗൈസ്, നമ്മളെല്ലാവരും റെഡി ആയി കഴിഞ്ഞ് ഫുൾ ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് ഈ കാട്ടിലൊക്കെ ഉണ്ട്.
ഇവിടെ ഭയങ്കര ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്ടിങ് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണോട്ടെ, ഞാൻ പറഞ്ഞുതരാം. ബലം പിടിച്ചത് ഇങ്ങനെ പൊക്കി പിടിച്ചില്ലേ? അങ്ങനെ അങ്ങനെ ചെയ്തു. ഓക്കെ 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 ബ്രോ, റെഡി? ഓക്കെ റെഡി? 1 2 3 ഗോ. ഓക്കെ വാ വാ വാ. നീ എന്താ എവിടെയെങ്കിലും പോവാൻ പോണ പോലെ ഈ വഴി അങ്ങോട്ട് പോയാലാ? അവിടെ നിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. അതെ ഞങ്ങളപ്പോ ഹാളിലെത്തി. ഇറങ്ങിയാലോ? ചുവന്ന ചായ, കറുത്ത ചായ, പിന്നെ മഞ്ഞ ചായ, പിന്നെന്താ ചായ? നീല ചായ, എല്ലാ ചായ ഉണ്ട്. എല്ലാം ഉണ്ട്. സമതിന്റെ വാപ്പായൊക്കെ ഇവിടെ ഉണ്ട്. ഉണ്ട് ഇവിടെ. ചെക്കനൊക്കെ സ്റ്റേജിൽ കയറി കഴിഞ്ഞു. ഇവിടെ നമ്മുടെ ചങ്ക് വന്നേക്കാണ്. പുള്ളിക്ക് ക്യാമറ ഷൈ ചെറുതായിട്ടുണ്ട്. പക്ഷെ ക്യാമറ ഓഫാക്കിയ പുള്ളി ഫുൾ ഓണാണ്. അത് ഓഫാക്കിയ ക്യാമറ ഓ ഗൈസ്, അങ്ങനെ വീണ്ടും ഇല്യാസിലും ഇസ്മായിലും ഊച്ചിയാശിയും വന്നിട്ടുണ്ട്. വീണ്ടും നമ്മുടെ മാനസികയിൽ ഇവിടെ ഉണ്ട്, എത്തിയിട്ടുണ്ട്. എല്ലാവരും അവരെ ഇത് അറിയിച്ചു കഴിഞ്ഞു. അതാ അവിടെ ആദിലേക്ക് എത്തിയവനും വിത്ത് കൊച്ച് പ്രസന്റാണ്. അതിനിപ്പുറത്ത് അസ്ന വന്നിരിപ്പുണ്ട്, ഫസ്റ്റ് എടുത്ത് കാണിച്ച് ഫസ്റ്റ് കാണിച്ച് 2 വാക്ക് സംസാരിക്കാണ്ടോ? 5 വർഷത്തിന് ശേഷം തിരിച്ച് ഇല്ലില്ല, 5 വർഷത്തിന് ശേഷം കണ്ടുമുട്ടുന്നതാണ്. അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ്. മോശമുണ്ട്. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയേക്കാണ്. എല്ലാവരും ഉണ്ട്. AM ഉണ്ട്, അതിനുണ്ട്, എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. MT വൈപ്പ് എത്തിയുള്ളൂ. അതിനൊക്കെയാണ് ഇത്ര നേരം ഇരുന്നത്. ഹസീബേ, നിന്റെ ഫോട്ടോ ഇവിടെ വെച്ചോണ്ടോ? ഹസീബ് ഓ ഗൈസ്, അപ്പൊ ഞങ്ങളെല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ്, കല്യാണ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് അതിന്റെ നേരെ കൊച്ചി ക്യൂൻസ് വേയിലേക്ക് പോയി. അപ്പൊ അതൊക്കെ അവിടെ കഴിഞ്ഞ് കുറച്ച് വീഡിയോസ് ഒക്കെ അതിന്റെ അടുത്തുണ്ട്, അതിന്റെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് നമുക്ക് അതിന്റെ അഭിപ്രായം പറയണം. പിന്നെ നമ്മളിപ്പോ വസീമിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി, ഞാൻ ലേറ്റിട്ടെ വസീമിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നേക്കാണ്. അപ്പൊ എല്ലാം ഇന്ന് ഭംഗിയായിട്ട് കഴിഞ്ഞു, ഹാപ്പി ആയിട്ട് കഴിഞ്ഞു, എല്ലാം എൻജോയ് ചെയ്തു. ഡാൻസ് കളിച്ചെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ ആർക്കെങ്കിലും? അടിപൊളിയായിരുന്നല്ലോ. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ എല്ലാവരും സമത് ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. അവന്റെ മുഖത്തെ ഒരു സന്തോഷവും ആ ഒരു തെളിച്ചൊക്കെ കാണുമ്പോ എന്തെന്നല്ലാതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എല്ലാം ഭംഗിയായി
മുന്നോട്ട് പോട്ടെ. വിചാരിച്ചതിനേലും നന്നായിട്ടുണ്ട്. 1000 ആശംസകൾ. ഈ റൌഫിന്റെ കല്യാണം കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തില് അടുത്ത മുട്ടിക്കണവന്മാരെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വേറെ കൂടി ഉണ്ട്, ഫോളോ ഷെയർ ചെയ്യുക. ആ അതെ. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. Bye-bye.